1 കിലോ അളവിൽ ചെമ്മീൻ ഇവിടെ ക്ലീനാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മസാല പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിൽ ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇടുക, കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് നമ്മൾ 3 ഗ്ലാസ് അരി, നല്ലോണം ജീരകശാല റൈസ് നല്ലോണം ഒന്ന് കഴുകിയെടുത്തത് നമ്മളിത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് 1/4 വേവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ല രീതിയിൽ വേവിച്ചെടുക്കേണ്ട, 1/4 വേവായി കഴിഞ്ഞാൽ നമ്മളിതിനെ വാർത്ത് വെക്കാം കേട്ടോ. അതുപോലെ ഓപ്പണായി തന്നെ വെക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചെമ്മീൻ നമ്മൾ വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല ഡീപ്പായിട്ട് വറുത്തെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. വറുത്ത് കോരിയതിന് ശേഷം ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ മീഡിയം സൈസുള്ള ഒരു 3 സവോളയും അതുപോലെ ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതുപോലെ 3 തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയും ഇടുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എരിവിന് ആവശ്യത്തിന് കുറച്ച്, അതുപോലെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് ഒരെണ്ണം നമ്മൾ ഒന്ന് പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമ്മൾ അതിലേക്ക് ഇടുക കേട്ടോ. ഇട്ടിട്ട് നന്നായി ഇളക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ചെമ്മീൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വെക്കുക. ഒരു 15 മിനിറ്റ് നേരം ദമ്മിലിടുക കേട്ടോ. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇവിടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.